നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച തൃശൂർ ജില്ലാ കളക്ടറും സംഘവും കനകമല കുരിശുമുടി കയറി മാർത്തോമാ ശ്ലീഹായുടെ തിരുസന്നിധിയിലെത്തി. പാലപ്പിള്ളി കുണ്ടായിൽ ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. ബാലസംഘം ചാലക്കുടി ഏരിയ വേനൽത്തുമ്പി പര്യടന കലാജാഥ കുട്ടികളുടെ കലാ ക്യാമ്പ് പൂലാനി VBUP സ്കൂളിൽ വെച്ച് ആരംഭിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ മേഖലാ കാര്യാലയം പുതിയ കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയുമുണ്ടായിരുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണം നടന്നു. രാവിലെ ദേവാലയത്തിൽ നടന്ന തിരുക്കുറമങ്ങൾക്ക് കൊടകര ഫൊറോന വികാരി റവറൻഡ് ഫാദർ ജെയ്സൺ കരിപ്പായി നേതൃത്വം നൽകി. ഫൊറോന സഹവികാരി ഫാദർ ലിൻഡോ കാരക്കാടൻ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികനായി. വൈകിട്ട് പരിഹാര പ്രദക്ഷിണത്തിന് കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, സഹവികാരി ഫാദർ ലിൻഡോ കാരക്കാടൻ, കൈക്കാരന്മാരായ ജോസ് ഊക്കൻ, വർഗീസ് കോമ്പാറ, വർഗീസ് തൊമ്മാന, സെക്രട്ടറി ജസ്റ്റിൻ പന്തലിപ്പാടൻ, PRO ജോയ്സ് തെക്കുംതല, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് പ്രിൻസ് ചിറ്റാട്ടുകരക്കാരൻ, സെക്രട്ടറി ബിജോയ് ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോളി വടക്കൻ സമാപന സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രം ആവിഷ്കരിക്കപ്പെട്ടു. ഇടവക അതിർത്തിയിലൂടെ നടത്തിയ പരിഹാര പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അടിവാരം പള്ളിയിൽ ഫാദർ ജെറിൻ ചൂണ്ടൽ സമാപന സന്ദേശം നൽകി. കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ ഫാദർ ഷോജോ കണ്ണമ്പുഴ ദുഃഖവെള്ളി സന്ദേശം നൽകി. പരിപാടികൾക്ക് റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരിമാരായ ഫാദർ അജിത് തടത്തിൽ, ഫാദർ റെയ്സൺ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് പെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ, തീർത്ഥാടനം കൺവീനർ തോമസ് കുറ്റിക്കാടൻ, PRO ഷോജൻ D വിധേയത്തിൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, യൂണിറ്റ് പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ദുഃഖവെള്ളിയാഴ്ച തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചാലക്കുടി തഹസിൽദാർ KA ജേക്കബും സംഘവും കനകമല കുരിശുമുടി കയറി മാർത്തോമാ ശ്ലീഹായുടെ തിരുസന്നിധിയിലെത്തി. വിശ്വാസികൾക്ക് തീർത്ഥാടക കേന്ദ്രവും നാനാജാതി മതസ്ഥർക്ക് വിനോദസഞ്ചാര കേന്ദ്രവുമായി കനകമല മാറട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. എല്ലാ കൊല്ലവും ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല തീർത്ഥാടന കേന്ദ്രത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും കുരിശുമല കയറി ഇറങ്ങിയപ്പോൾ നല്ല അനുഭവമാണ് ഉണ്ടായത് എന്നും ഇടുക്കി ജില്ലക്കാരനായ കളക്ടർ പറഞ്ഞു. മനസ്സിനും ശരീരത്തിനും കണ്ണിനും ഒരുപോലെ ഊർജ്ജമേകുന്ന കനകമല കുരിശുമുടിയിലേക്ക് എല്ലാവരും കയറണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈകാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോയ് കളത്തിങ്കൽ എന്നിവർ കളക്ടറെയും സംഘത്തെയും അനുഗമിച്ചു. റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരിമാരായ ഫാദർ അജിത് തടത്തിൽ, ഫാദർ റെയ്സൺ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, PRO ഷോജൻ D വിധേയത്തിൽ, കൺവീനർമാർ എന്നിവർ കളക്ടറെയും സംഘത്തെയും സ്വീകരിച്ചു. കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ വിശേഷങ്ങൾ തിരക്കിയതിനു ശേഷം 10 മണിയോടെ കളക്ടറും സംഘവും മടങ്ങി. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് രാവിലെ 7:30-ക്കായിരുന്നു കനകമല ക്ലൈംബ് ചെയ്യാൻ വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിമേജ് സെൻ്ററാണ്. കൂടാതെ തന്നെ ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട്, വിശ്വാസികളല്ലാത്തവരും വരുന്നുണ്ട്. നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചും
പിന്നെ അല്ലാതെ നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസും കൂടെയാണ് കനകമലയിൽ തരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇവിടെ ഒരു സമയമെങ്കിലും വന്നിട്ടുണ്ടാവേണ്ടതാണ്. പാലപ്പിള്ളി കുണ്ടായിൽ ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. കുണ്ടായി എസ്റ്റേറ്റ് ജീവനക്കാരനായ കുഞ്ഞിപ്പയും ഭാര്യയും മകളും ബൈക്കിൽ പോകുമ്പോഴാണ് സംഭവം. മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മടങ്ങുന്നതിനിടെ റോഡിൽ നിന്നിരുന്ന കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ആനയുടെ 5 മീറ്റർ അകലെ എത്തിയ ഇവർക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. ബൈക്ക് റോഡിലിട്ട് ഓടിയ 3 പേരും തലനാരിഴയ്ക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഓടുന്നതിനിടെ ശ്വാസം കിട്ടാതെ റോഡിലിരുന്ന കുഞ്ഞപ്പയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന ആനയെ ഭാര്യ കയ്യിൽ കരുതിയ ടോർച്ച് എടുത്ത് എറിയുകയായിരുന്നു. ഇതിനിടെ ഇവരുടെ നിലവിളി കേട്ട് സമീപത്തെ ഡിസ്പെൻസറിയിലെ ജീവനക്കാരനും ഓടിയെത്തി. അതുവഴി വന്ന വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ ജീപ്പിലാണ് ഇവരെ വീട്ടിലെത്തിച്ചത്. കൂട്ടം തെറ്റിയ ആന ദിവസങ്ങളായി പ്രദേശത്ത് ഭീതി പരത്തുകയാണ്. ജനവാസ മേഖലയിലിറങ്ങിയ ഒറ്റയാനെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബാലസംഘം ചാലക്കുടി ഏരിയ വേനൽത്തുമ്പി പര്യടന കലാജാഥ കുട്ടികളുടെ കലാക്യാമ്പ് പൂലാനി VBUP സ്കൂളിൽ വെച്ച് ആരംഭിച്ചു. പരിശീലന ക്യാമ്പ് പ്രശസ്ത നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ഏരിയ പ്രസിഡന്റ് PR അർജുൻ അധ്യക്ഷത വഹിച്ചു. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത മുഖ്യപ്രഭാഷണം നടത്തി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന സഹവാസ ക്യാമ്പിൽ ലഘുനാടകങ്ങൾ, സ്കിറ്റുകൾ, നൃത്തശില്പങ്ങൾ, നാടൻ പാട്ടുകൾ എന്നീ കലാരൂപങ്ങളുടെ പരിശീലനം നടക്കും. തുടർന്ന് ചാലക്കുടി മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ കലാരൂപങ്ങളുടെ അവതരണവും സംഘടിപ്പിച്ചിട്ടുണ്ട്. CPIM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, ബാലസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ES നടാഷ, ഏരിയ കൺവീനർ അഡ്വക്കേറ്റ് KR സുമേഷ്, PV സന്തോഷ്, MM രമേശൻ, PP ബാബു, രമ്യ വിജിത്, KV അഭയൻ, KR സന്തോഷ്, K സുധാകരൻ, KS നിവേദിത, ദേവി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ മേഖലാ കാര്യാലയം പുതിയ കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ മേഖലാ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ സമർപ്പണം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. പുതിയ കെട്ടിടത്തിലെ ലിഫ്റ്റിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. മേയർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി കരാറുകാരനെ ആദരിച്ചു. ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിന്റെ 2ാം ഘട്ടമെന്ന നിലയിലാണ് കോർപ്പറേഷൻ ഒല്ലൂർ മേഖലാ ഓഫീസ് പനംകുറ്റിച്ചിറയിൽ നിർമ്മിച്ചത്. അത്യാധുനിക രീതിയിൽ 3 നിലകളിൽ ലിഫ്റ്റും മുൻഭാഗത്ത് ടൈലും വിരിക്കുന്ന പ്രവൃത്തി ഉൾപ്പെടെ 5.5 കോടി രൂപ ചെലവ് ചെയ്ത് എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് സമർപ്പിച്ചത്. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ പരമ്പരയാണ് തൃശൂർ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതിൽ ഒടുവിലത്തേതാണ് ഒല്ലൂർ സോണൽ ഓഫീസ് എന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നടന്ന് ഒരാളുടെയും ചെരുപ്പിന് തേയില്ല, കാല് കഴയ്ക്കുകയുമില്ല. K-സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സുതാര്യമായി വേഗത്തിൽ അഴിമതിയില്ലാതെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകും. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി കേരളം ഉടൻ മാറുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഒല്ലൂർ സോണിലെ വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ സംസാരിച്ചു. പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറീഷ് പെരിഞ്ചേരി സ്വാഗതം ആശംസിച്ചു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PR ശ്രീലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജ ജോർജ് നന്ദിയും അറിയിച്ചു. ചെറുവാളൂർ ഗ്രൗണ്ട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരുക്കുന്ന 6ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 20 മുതൽ 27 വരെ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. വാളൂർ നായർ സമാജം ഹൈസ്കൂളിലെ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ 20-ാം തീയതി രാത്രി 8 മണിക്ക് കൊരട്ടി SHO അമൃതരംഗൻ മത്സരം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ശശി ചക്രമത്ത് അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ മുഖ്യാതിഥിയായിരിക്കും. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് പങ്കെടുക്കും. 27-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ക്ലബ് പ്രസിഡന്റ് TM വിജീഷ് അധ്യക്ഷത വഹിക്കും. വിജയികൾക്ക് സുരഭി ഗ്രൂപ്പിന്റെ പ്രേംജിത്ത് അത്തേക്കാട്ടിൽ സ്പോൺസർ ചെയ്യുന്ന എവറോളിംഗ് ട്രോഫിയും ക്യാഷ് പ്രൈസും, 2ാം സ്ഥാനം നേടുന്ന ടീമിന് നമ്പാടൻ ഫാമിലി ട്രസ്റ്റ് നൽകുന്ന ക്യാഷ് പ്രൈസും എവറോളിംഗ് ട്രോഫിയും നൽകും. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് പ്രാദേശിക ടീമുകളുടെ മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. MMT കൊച്ചിൻ, ഓർബിറ്റ് അബുദാബി, പ്ലേ ബോയ്സ് തൃശൂർ, ചീനിക്കാസ് ചാലക്കുടി, ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂർ, സിദാനെ ബോയ്സ് കരുവന്തല, സ്ട്രൈക്കേഴ്സ് കൊച്ചിൻ, ബേസിക് പെരുമ്പാവൂർ തുടങ്ങിയ 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ ബാബു നമ്പാടൻ, ഫൈസൽ KH, ദീപേഷ് KN എന്നിവർ പങ്കെടുത്തു. നടത്തിവരുന്ന ഒരു പരിപാടിയാണ് അഖില കേരള ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ്. അത് ഈ വർഷവും നടത്തുന്നു. ഏപ്രിൽ 20-നാണ് അത് ആരംഭിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രേംജിത്ത് അത്തേക്കാട്ടിൽ സുരഭി ഗ്രൂപ്പ്,
അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്പാടൻ ഫാമിലി ട്രസ്റ്റ്. ഈ രണ്ടു കൂട്ടരുമാണ് 1-2 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത്. കൂടാതെ ഈ ടൂർണമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൃശൂർ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ചേംബർ ഇത്തവണ സാക്ഷിയായത് ഹൃദയസ്പർശിയായ ഒരു സംവാദത്തിന്. ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവരുമായി സംവദിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 31ാം അധ്യായത്തിൽ അതിഥികളായി എത്തിയത് ജില്ലയിലെ വിവിധ അങ്കണവാടികളിലെ 23 അധ്യാപകർ. ഒരു അധ്യയന വർഷത്തിന്റെ അവസാനം കളക്ടറെ കാണാൻ അവസരം ലഭിച്ചപ്പോൾ അങ്കണവാടി അധ്യാപകർക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് നിരവധി വിശേഷങ്ങൾ. ജില്ലാ കളക്ടറുടെ ഔപചാരിക പരിവേഷം മാറ്റിവെച്ച് കളക്ടർ അവരുമായി സംസാരിച്ചു. ഓരോ ടീച്ചറെയും വ്യക്തിപരമായി പരിചയപ്പെട്ടു. തങ്ങളുടെ അധ്യാപന ജീവിതത്തെക്കുറിച്ചും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവർ കളക്ടറുമായി സംസാരിച്ചു. ചർച്ച പിന്നീട് വിഷു ആഘോഷങ്ങളെക്കുറിച്ചും വീട്ടുവിശേഷങ്ങളിലേക്കും കടന്നു. അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ആകുലതകളും ജോലിയുടെ പ്രത്യേകതകളും മനസ്സിലാക്കി. പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് ഒരു ജോലി എന്നതിനപ്പുറം ഉത്തരവാദിത്വമായാണ് കാണുന്നതെന്ന് അവർ പറഞ്ഞു. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഭാഗമാകാൻ കഴിയുന്നതിന്റെ ചാരിതാർത്ഥ്യവും പ്രകടിപ്പിച്ചു. വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന തിരക്കുകൾ തങ്ങളുടെ അങ്കണവാടികളിലെ കുട്ടികൾക്ക് നൽകേണ്ട സമയത്തെയും ക്ലാസുകളെയും ബാധിക്കുമോ എന്ന ആശങ്ക അവർ പ്രകടിപ്പിച്ചു. വ്യത്യസ്ത ജോലികൾ ഒരേ സമയം ചെയ്യേണ്ടി വരുന്നതിനാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രാദേശിക അവധികൾ ലഭ്യമല്ലാത്തത്, വേതന പ്രശ്നങ്ങൾ, ചില അങ്കണവാടികളിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെ പരാതികളും അധ്യാപകർ ഉന്നയിച്ചു. പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ജോലിയിൽ വളരെയേറെ സംതൃപ്തരാണെന്നും അവർ ഒരേ സ്വരത്തിൽ അറിയിച്ചു. ഇതിനിടെ സാറിന്റെ അമ്മയും ഒരു അങ്കണവാടി ടീച്ചർ ആയിരുന്നില്ലേ എന്ന് ഒരു അധ്യാപിക ചോദിച്ചു. അതേ എന്ന് ചിരിച്ചുകൊണ്ട് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കളക്ടറുടെ മറുപടി. എല്ലാം കേട്ടറിഞ്ഞ് പ്രശ്നങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നും അറിയിച്ച് ആശ്വാസത്തിന്റെ നെടുവീർപ്പോടെ പ്രാദേശിക അങ്കണവാടികളിൽ നിന്നും അധ്യാപകരെയും ഹെൽപ്പർമാരെയും ഇനിയും ഉൾപ്പെടുത്തുമെന്നും കളക്ടർ അറിയിച്ചു. തുടർന്ന് ജില്ലയിലെ അങ്കണവാടികളിൽ 3 ജനറേഷൻ ലൈബ്രറികൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച വായിക്കാം പദ്ധതിയെക്കുറിച്ച് കളക്ടർ വിശദീകരിച്ചു. പിരിയുന്നതിന് മുൻപ് കളക്ടർക്കൊപ്പം ഒരു ഫോട്ടോ സെഷനും കൂടിയായപ്പോൾ എല്ലാവരും ഹാപ്പിയായി. ഇത്തരം ഒരു അവസരം നൽകിയ ജില്ലാ ഭരണകൂടത്തിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് അവർ മടങ്ങിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച തൃശൂർ ജില്ലാ കളക്ടറും സംഘവും കനകമല കുരിശുമുടി കയറി മാർത്തോമാ ശ്ലീഹായുടെ തിരുസന്നിധിയിലെത്തി. പാലപ്പിള്ളി കുണ്ടായിൽ ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. ബാലസംഘം ചാലക്കുടി ഏരിയ വേനൽത്തുമ്പി പര്യടന കലാജാഥ കുട്ടികളുടെ കലാ ക്യാമ്പ് പൂലാനി VBUP സ്കൂളിൽ വെച്ച് ആരംഭിച്ചു.
തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ മേഖലാ കാര്യാലയം പുതിയ കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.